വചനം, ദൈവത്തിന്റെ വചനം, ജീവനുള്ള വചനം, ആത്മാവിൻ നിറവാ വചനസന്ധ്യ, വചനസന്ധ്യ, വചനസന്ധ്യ. യേശു എന്ന മഹാദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനസന്ധ്യയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചയിലെ വിശുദ്ധ ഏവങ്കേലിയോനെ ആസ്പദമാക്കിയുള്ള വചന പ്രഘോഷണം. ജീവന്റെ വചനം ഇങ്ങനെ സാക്ഷീകരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. 32-ാം വാക്യം, നിങ്ങളറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിക്കുവാനുണ്ട്. ഇത് സമറിയക്കാരിയുടെ കിണറ്റിൻ്റെ അരികെ യേശുവുമായുള്ള സംഭാഷണത്തിൻ്റെ പരിസമാപ്തിയാണ്. വെള്ളം കോരുവാൻ വന്ന സമറിയക്കാരിയോട് പറയുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല, ഈ വെള്ളം കുടിക്കുന്നവന് ദാഹിക്കും എന്ന്. യേശുവിൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ അന്തസാര എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുക. ദൈവ ഇഷ്ടമോ ലോക ജനതയെ മുഴുവൻ യേശുവിൻ്റെ രക്ഷയിലേക്ക് മാടി വിളിക്കുകയും നിത്യജീവൻ കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെയും അതാണ് പറയുന്നത്. ശിഷ്യഗണങ്ങൾ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നീ ഭക്ഷണം കഴിച്ചില്ലേ എന്ന്. യേശു അതിന് മറുപടി പറയുകയാണ്, നിങ്ങളറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിക്കുവാനുണ്ട് എന്ന്. എൻ്റെ ആഹാരമോ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിർവഹിക്കുക. അത് യേശു അവൻ്റെ ശിഷ്യഗണങ്ങളും ഇന്നേ വരെയുള്ള ലോകജനതയെ അവൻ രണ്ടാമത് വരുന്നവരെ ഞാനും നിങ്ങളും അനുഷ്ഠിക്കേണ്ട ദൈവകൽപ്പനയാണ്, ദൈവസ്നേഹമാണ്, ദൈവാനുസരണമാണ് എന്ന് ഓർപ്പിക്കുകയാണ്. അവൻ്റെ വചനം അനുസരിക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്ന മനുഷ്യനും ലോകവും സഭയും ഉടലെടുക്കട്ടെ, തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് മൺമറഞ്ഞതായ ഫ്രാൻസിസ് പാപ്പയെ പറ്റി ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം 195 രാഷ്ട്രങ്ങളിലും കത്തോലിക്ക സഭയുണ്ട്. 1.4 ബില്യൺ പോപ്പുലേഷന്റെ അധിപനാണ്. എന്നിട്ട് ജീവിതത്തിന്റെ സിംപ്ലിസിറ്റി എന്തെന്ന് മനസ്സിലാക്കി ലോകത്ത് മുഴുവൻ യേശുവിനെ അറിയാത്ത ജനതയെ അറിയിക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി ഒരിക്കലും ഒരു പോപ്പും പോകാത്തതായ ഇസ്ലാമിക് കൺട്രീസിലും പോയി അവരോട് സംവാദം നടത്തി യേശുവിന് വേണ്ടി അവിടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച മഹാത്മാവാണ്. മരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റു പോപ്പന്മാരെ അടക്കുന്ന മാതിരി വലിയ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വലിയ സെമിട്രിയറിയിലല്ല എന്നെ അടക്കേണ്ടത്, സാധാരണ സെന്റ് മേരീസ് ചാപ്പലിലാണ് എന്നെ അടക്കേണ്ടത്. അടക്കം ചെയ്യുന്ന കല്ലറ പോലും ഒരു എൻ്റെ പേര് ഫ്രാൻസിസ് എന്ന് മാത്രമാണ് എഴുതാവുള്ളൂ, ഒരു കുരിശു മാത്രമേ പാടുള്ളൂ എന്ന് അദ്ദേഹം അനുകരിച്ചത് ഇതിനു മുമ്പ് 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അസീസിലെ ഫ്രാൻസിസിന്റെ അനുഭവമാണ്. ഫ്രാൻസിസ് തൻ്റെ സ്വത്തെല്ലാം വിറ്റ് പാവപ്പെട്ടവന് കൊടുത്തി. എവിടെയെല്ലാം യേശുവിനെ അറിയാത്തവരുണ്ടോ, യേശുവിൻ്റെ വചനം ഇങ്ങനെയായിരുന്നു. ലോകത്ത് എല്ലാ സ്ഥലത്തും പോയി എല്ലാവരെയും ശിഷ്യന്മാരാക്കുക എന്നാണ്. അവസാനം ഈജിപ്തിന്റെ സുൽത്താൻ മുസ്ലിം രാഷ്ട്രത്തിന്റെ അധിപന്റെ അടുക്കല് ക്രിസ്ത്യാനിയാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ കഴുത്ത് വെട്ടി കൊല്ലണമെന്ന് പ്രഖ്യാപിച്ചവന്റെ അടുത്ത് ധീരതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈജിപ്തിന്റെ സുൽത്താന്റെ അരമനയിൽ കയറി ചെന്നപ്പോൾ അവർ വിരിച്ചതായ കാർപ്പറ്റില് കുരിശത്രയിട്ടിരുന്നത്. ഫ്രാൻസിസ് അതിൽ ചവിട്ടി മുന്നോട്ട് നടന്നപ്പോൾ ഈജിപ്തിന്റെ ഭരണാധികാരി സുൽത്താൻ ചോദിച്ചു, നിങ്ങളുടെ കുരിശിനെ ചവിട്ടുന്നത് തെറ്റല്ലേ എന്ന്.
ഫ്രാൻസിസ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ യേശുവിനെ ക്രൂശിച്ചപ്പോൾ ഇടത്തും വലത്തുമായി 2 കള്ളന്മാരെയും ക്രൂശിച്ചു. കള്ളന്മാരെ ക്രൂശിച്ച കുരിശിലത്രേ ഞാൻ ചവിട്ടിയതെന്ന്. സംഭാഷണം നീണ്ടു. അവസാനം അദ്ദേഹത്തിന് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തലവെട്ടാൻ തയ്യാറായി പോയതായ ഫ്രാൻസിസ് തിരിച്ചു വന്നു. നമ്മുടെ തലകളെ വണക്കാം. യേശു എന്ന ഞങ്ങളുടെ കർത്താവും ദൈവമായി, ഇതാ നിന്റെ ജീവന്റെ വചനമാണ്. നിങ്ങൾ ചിന്തിക്കാത്തതായ ആഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട്. എൻ്റെ ആഹാരമോ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നത്. ആ ഇഷ്ടമോ നിന്റെ വചനം നിന്നെ മറ്റുള്ളവർക്ക് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഫ്രാൻസിസ് പാപ്പ തൻ്റെ ജീവിതത്തിൽ അന്ത്യം വരെ ആ വചനം പൂർത്തീകരിച്ചു. അദ്ദേഹത്തിൻ്റെ മെൻറ്ററായ അസീസിലെ ഫ്രാൻസിസിനെ അതുപോലെ അനുകരിച്ചു. നാഥ, ഞങ്ങളുടെയും ജീവിതത്തിലെല്ലാം ഏത് പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം നിന്റെ വചനം ഞങ്ങൾ വ്യക്തികളായും കുടുംബങ്ങളായും ദേവാലയങ്ങളായും യേശുവേ നിന്റെ വചനത്തെ വാക്കുകൊണ്ട്, പ്രവർത്തനം കൊണ്ട്, ചിന്ത കൊണ്ട്, ജീവിതചര്യ കൊണ്ട് കാണിച്ചു കൊടുത്ത് അനേകര് നിന്റെ രക്ഷയെ കണ്ട് നിന്റെ ആനന്ദത്തിലേക്ക്, നിത്യതയിലേക്ക് കടന്നു വരട്ടെ. എല്ലാവരെയും യേശു മിശിഹ അനുഗ്രഹിക്കട്ടെ. ജനസന്ധ്യ